അസ്ലമോയമാണ്. പ്രവാസികളായ ഒരുപാട് മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർ പറയുന്നത് നാട്ടിലെ മഴയാണ്. മഴക്കാലത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളതും ഭയങ്കര രസമുള്ള കാര്യമാണ്. ഏത് സമയമാണ് കേരളം ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ്. പക്ഷേ ഈ അടുത്തായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കൂടി വരുന്നുണ്ട്. ഒരുപാട് ദുരിതങ്ങളും അതുപോലെ തന്നെ ദുരന്തങ്ങളും നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഴക്കാലത്ത് പച്ചപ്പുള്ള മനോഹാരിത, അതുപോലെ തന്നെ മൺസൂൺ ഇങ്ങനെ ഇളം മഴ പെയ്യുന്ന സമയത്ത് ബൈക്കിലും അതുപോലെ തന്നെ ഒരു 4x4 അല്ലെങ്കിൽ സാധാ ഒരു 4 ഡ്രൈവിൽ അല്ലെങ്കിൽ കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പാട്ടൊക്കെ വെച്ചിട്ട് ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവ് പോകുന്നത് പോലും ഭയങ്കര രസമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മൺസൂണിൽ നമുക്ക് എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കേരളത്തിൽ നമുക്കറിയാം, വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും മഴക്കാലത്ത് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളാണ്. സുന്ദരമായ ഒരുപാട് വാട്ടർഫാൾസുകൾ, അതുപോലെ തന്നെ ട്രെക്കിംഗ് റൂട്ടുകൾ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും യാത്രകൾ പോകുമ്പോൾ നമ്മൾക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ചിട്ട് വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ആ നാട്ടിൽ നമ്മൾ പോകുമ്പോൾ ആ നാട്ടിലെ മനുഷ്യന്മാർ പറയുന്നത് കേൾക്കണം. പെട്ടെന്ന് കുത്തൊഴുക്കും, അതുപോലെ തന്നെ അഗാധമായ ഗർത്തങ്ങളും, അതുപോലെ തന്നെ ചെറിയ കുഴികളൊക്കെ പെട്ടുപോയിട്ട് ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ മലയിലടുക്കിലേക്ക് ഇറങ്ങുന്ന വെള്ളം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ നാട്ടിലെ മനുഷ്യരെ അല്ലെങ്കിൽ ആ നാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഗൗനിക്കുക. ചെറിയ വെള്ളം പോലും പെട്ടെന്ന് വെള്ളം അധികരിക്കാനുള്ള സാധ്യതകളൊക്കെ മഴവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൂന്നാറിലെ ഓരോ സ്ഥലങ്ങളും ഭംഗിയാണ്. തേക്കടി അതിമനോഹരമാണ്. വാഗമാളിലെ മൊട്ടക്കുന്നും തങ്ങൾപ്പാറയും ഈ മഴക്കാലത്ത് ചാറ്റൽ മഴയും അതുപോലെ തന്നെ മഞ്ഞും ഒക്കെ ഉണ്ടാകും, ഒരു പ്രത്യേക ഫീലാണ്. അതുപോലെ തന്നെ നേരെ നമ്മൾ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ റാണിപുരം, സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, അതിരപ്പള്ളി, പൊന്മുടി, പൈതൽമല, അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആലപ്പി ആണെങ്കിലും അതുപോലെ തന്നെ വർക്കലയാണെങ്കിലും ബീച്ച് സൈഡാണ് കോവളങ്ങ ആണെങ്കിലും ഒക്കെയും മഴക്കാലത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകൾ തരുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ മഹാരാഷ്ട്രയിൽ പോവുകയാണെങ്കിൽ, മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ പച്ചപ്പും മഹാരാഷ്ട്രയുടെ പച്ചപ്പും രണ്ട് വ്യത്യാസമാണ്. ഒന്ന് പച്ചപ്പ് കുറച്ചും കൂടി ഭയങ്കര പച്ചപ്പുള്ള സ്ഥലമാണ്. അതിൽ ലോണാവാലയുണ്ട്, മഹാബലേശ്വറുണ്ട്, മാത്തരനുണ്ട്. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായി പോകണം. അത് ലോഹഗഡ് ഫോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹരിയർ ഫോർട്ട്, അങ്ങനെ ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. കർണാടകയിൽ കൂർഗ്, സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലമാണ്. അഗുംബയിൽ മഴ കൊണ്ട് നമ്മൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ പുറത്തു പോകുന്ന ഒരുപാട് ക്യാമ്പുകളും മറ്റൊക്കെ അവിടെ നടക്കാറുണ്ട്. മഴക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം അഗുംബെ, ജോഗ്ഫാള്, ചിക്കമാംഗ്ലൂർ, അതുപോലെ തന്നെ ദന്തേലി, കുടജാദ്രി, അതുപോലെ സക്ലേഷ്പൂർ, നന്ദി ഹിൽസ് ബാംഗ്ലൂരിലെ, അതുപോലെ തന്നെ കെമ്മനകുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കർണാടകയിലുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസാണ്. പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യ നിങ്ങൾ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള മാസം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഓരോ സ്ട്രെച്ചിലും ഓരോ കാര്യങ്ങൾ കവർ ചെയ്ത് വരിക. നമ്മൾ തമിഴ്നാട് പോകുകയാണെങ്കിൽ ഊട്ടി, കൂനൂർ, കോത്തഗിരി, ഇതൊരു പ്രത്യേക രസമുള്ള സ്ഥലമാണ് ഏത് സമയത്തും. അതുപോലെ തന്നെ ഊട്ടി 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഇവിടെ. കൊടൈക്കനാൽ, അതുപോലെ തന്നെ ഏർക്കാട്, വാൾപ്പാറ, മേഘമല, ഹൊഗനക്കൽ. ഈ ഹൊഗനക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വട്ടപ്പാത്തിൽ ഇങ്ങനെ നമ്മളൊരു പോവുക, അവിടെ നിന്ന് ആ ബീച്ച് സൈഡിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ മീനൊക്കെ പിടിച്ച് ചുട്ട് നിന്നുണ്ടാവും. ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഹൊഗനക്കൽ, മേഘമലയൊക്കെ. അതുപോലെ തന്നെ വാൾപ്പാറ, ആതിരപ്പള്ളി, വായച്ചാൾ, അതുപോലെ തന്നെ കൊല്ലി ഹിൽസ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഊട്ടിയിലും അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട്. മഴക്കാലത്ത് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ള ഷൂവും മറ്റുമൊക്കെ നമ്മൾ കരുതുക. അതുപോലെ തന്നെ ഈ മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രക്കിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ അട്ടയുടെ ശല്യം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ അട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പും മറ്റും കരുതുക. അങ്ങനെ അട്ടകടി കൊള്ളുന്നത് നല്ലതാണ്. അട്ടനെ കാണുമ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ട്രക്കിങ്ങിനൊക്കെ വരുന്നവർ ഈ അട്ട എന്താണെന്നൊന്നും സംഭവം അറിയില്ല. അട്ട കടിച്ച് വലുതായിട്ട് വരുമ്പോൾ പിന്നീട് അവർ അറിയുന്നുണ്ടാവില്ല കടിക്കുന്ന സാധനം. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. 900 കണ്ടി ഭാഗത്ത് അങ്ങനെ ഭാഗത്തൊക്കെ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ, ബ്രഹ്മരി ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് അട്ടകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അട്ടകൾ നമ്മളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അട്ടയെ ഒഴിവാക്കാൻ വേണ്ടി സ്വാഭാവികം നല്ല ലെങ്തി ആയിട്ടുള്ള സോക്സൊക്കെ കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററാണ്. മഴക്കാലത്ത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സ്ലോയിലൊക്കെ പോകാൻ പോകണം. അല്ലെങ്കിൽ വല്ല യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലാണ് ഭയങ്കര രസം. നമ്മൾ നേരത്തെ പറഞ്ഞത് അതിരപ്പള്ളി, വാൾപ്പാറ, വായച്ചാൽ റൂട്ടിൽ, മൂന്നാർ, കൊടൈക്കനാൽ റൂട്ടിൽ, അല്ലെങ്കിൽ ഊട്ടി, മസനഗുഡി റൂട്ടിലൊക്കെ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച കുടുകുടു വണ്ടിയിൽ നമ്മളിങ്ങനെ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് കാടിനുള്ളിൽ കൂടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു 40 to 60 സ്പീഡിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ട്.
അത് ചെറുതായിട്ട് നമ്മൾ ഭയങ്കര സ്ലോ മെലഡി മ്യൂസിക് ഇട്ട് നമ്മൾ ഫോറിൻ്റെ ഒരു കാറിൽ യാത്ര നടത്തുമ്പോഴും ഭയങ്കര ഫീലുണ്ട്. ഒരു കട്ടൻ ചായ കുടിക്കുന്നത് പോലും അല്ലെങ്കിൽ ചൂട് കടിയും ഒക്കെ കുടിക്കുന്നത് പോലും ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ഓൺ മൈ വേൻ്റെ ഒരുപാട് മഴക്കാല റൈഡുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേർട്ടുഗോൻ്റെ അതുപോലെ തന്നെ റൂട്ട് ഫൈനിൻ്റെ ഒരുപാട് ക്യാമ്പുകൾ ഈ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഴക്കാല യാത്രകൾ എന്നും ഓർമ്മകളുള്ളതാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പുഴയും അതുപോലെ തന്നെ തോടും അതുപോലെ തന്നെ കുളവും അവിടെ ചാടി കുളിക്കുന്നതുമൊക്കെ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. അവർ കാണുമ്പോൾ തിരിച്ചു വരാൻ തോന്നും നാട്ടിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മഴക്കാല യാത്രകളെക്കുറിച്ചും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരുന്നത് വരെ ഇതിൻ്റെ തുടർച്ചയുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളും എങ്ങനെ കവർ ചെയ്യാൻ പറ്റും ഈ മഴക്കാലം എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.